പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കേരളം 10 വർഷക്കാലം ഭരിച്ചു മുടിച്ച് ചവറ്റുകൊട്ടയിലേക്കൊരു കീറക്കടലാസിനെ പോലെ എറിയപ്പെട്ട പിണറായി വിജയൻ എന്ന വിജയൻ്റെ മകൾ വീണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞെട്ടിക്കുന്ന തെളിവുകളുമായി കേന്ദ്ര അന്വേഷണ ഏജൻസിയായിട്ടുള്ള എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് രംഗത്ത് വന്നു. നമുക്കറിയാം, നമ്മൾ 2023 മുതൽ കേൾക്കുന്നതാണ് വിജയൻ്റെ മകൾ വീണയുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസ്. ഏതാണ്ട് 1,72,00,000 രൂപ ഒരു സേവനവും നൽകാതെ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കരിമണൽ കമ്പനിയിൽ നിന്ന് വാങ്ങിയതുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടു തുടങ്ങിയ മാസപ്പടി കേസ്. പിന്നീട് SFIയുടെ അന്വേഷണം തുടർന്നു. അവർ കുറ്റപത്രം സമർപ്പിച്ചു. അവരുടെ കേസിൽ 9ാം പ്രതിയാണിവർ. അതിനെ തുടർന്ന് പിന്നീട് അന്വേഷണം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിലേക്ക് പോയി. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇവരുടെ വീട്ടിൽ, കൊട്ടാര സദൃശ്യമായിട്ടുള്ള വീട്ടിൽ റെയ്ഡ് നടത്തി. അതിനുശേഷം ഇവരെ 2-3 തവണ ചോദ്യം ചെയ്തു. ഇവരുടെ സ്വത്ത് കണ്ടുകെട്ടി, ഇവരുടെ അക്കൗണ്ടുകളൊക്കെ പരിശോധിച്ചു. അതിൻ്റെയൊക്കെ പുതിയ ഘട്ടം എന്നുള്ള നിലയിൽ ഇവരുടെ ഭർത്താവും മുൻ മന്ത്രിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായിട്ടുള്ള അയാളുടെ പേര് മുഹമ്മദ് റിയാസ്, അയാളുടെ ചില സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് റെയ്ഡുകളൊക്കെ നടത്തി. അതിനെ തുടർന്ന് എനിക്ക് തോന്നുന്നു 19-ാം തീയതിയാണെന്നാണ് എൻ്റെ ഓർമ്മ. 19/8/2026 ആണെന്നാണ് എൻ്റെ ഓർമ്മ. അവർ ഈ വിജയൻ്റെ മകൾ വീണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്യസാധാരണ ഒരു സ്കിൻറ്റിലേറ്റിംഗ് ആയിട്ടുള്ള ഒരു പത്രക്കുറിപ്പ് അവർ ഇറക്കി. ആ പത്രക്കുറിപ്പിൽ അവർ പൊതുമണ്ഡലത്തിന് മുന്നിൽ വെച്ചിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള, അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധമുള്ള അതിശക്തമായിട്ടുള്ള തെളിവുകളാണ് അവർ ജനങ്ങളുടെ മുന്നിൽ വെച്ചത്. തെളിവുകൾ, അല്ലാതെ ഞങ്ങൾ അന്വേഷിച്ചു, റെയ്ഡ് നടത്തി, ഞങ്ങളുടെ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കും, ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കും, അതൊന്നുമല്ല. തെളിവുകൾ, ഞെട്ടിക്കുന്ന തെളിവുകൾ. അതിൽ അവർ പറഞ്ഞെന്താ, 27/5/2026 ഈ വിജയൻ്റെ മകൾ വീണയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയതിനെ തുടർന്ന് അവിടുന്ന് ലഭിച്ച അവരുടെ കൈപ്പടയിലുള്ള അവരാരുമൊക്കെയായി ബന്ധപ്പെട്ടാണ് പണം കൈമാറ്റം ചെയ്യപ്പെട്ടത് എന്ന് അവരെഴുതി വെച്ച അവരുടെ കണക്കുകളിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞ കാര്യങ്ങളാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പുറത്തേക്ക് കൊണ്ടുവന്നത്. അല്ലാതെ ഒരു ആരോപണമൊന്നുമല്ല. അവരുടെ ഹാൻഡ് റൈറ്റിങ്ങിലുള്ള അക്കൗണ്ട്സ്, ആരിലേക്കൊക്കെ പണം പോയി, അവരുടെ കൈപ്പടയിൽ ആരുടെയൊക്കെ പേരുകൾ എഴുതി വെച്ചു, ഇതാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ വേറെ കാര്യങ്ങളൊന്നും അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. ഇപ്പോൾ എൻ്റെ കൈപ്പടയിൽ ഞാൻ ഇന്നയാൾക്ക് സുമേഷിന് 5 കോടി രൂപ കൊടുത്തു, അല്ലെങ്കിൽ വേറെ ഒരാൾക്ക് 10 കോടി രൂപ കൊടുത്തു എന്നൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് പിന്നെ തെളിവിനൊന്നും ആവശ്യമില്ലല്ലോ. അങ്ങനെ അവർ അന്വേഷിച്ച് പോയപ്പോൾ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് അവർക്ക് മനസ്സിലായത്. അവരുടെ നോൺ സോഴ്സ് ഓഫ് ഇൻകത്തേക്കാൾ കൂടുതൽ പണം അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലായി. എന്നുവെച്ചാൽ അവർ സ്വയം പ്രഖ്യാപിച്ച അവരുടെ വരുമാനത്തെക്കാൾ കൂടുതൽ പണം അവർ കൈകാര്യം ചെയ്തിരിക്കുന്നു. അവർ ഇന്ത്യയിൽ തന്നെ ഏതാണ്ട് 20 കോടി രൂപയോളം കൈകാര്യം ചെയ്തിരിക്കുന്നു. അവർ വിദേശത്തേക്ക് 85 ലക്ഷം രൂപ അവർ അയച്ചിരിക്കുന്നു. അവരുടെ പേരിൽ പിന്നെ ഒരു കൃത്രിമ സിം കാർഡ് ഉള്ളതായിട്ട് കണ്ടുപിടിച്ചു. അതും വൈഫൈ റൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് അവരെ ഇൻ്റർനെറ്റ് അതിലൂടെ ട്രാൻസാക്ഷൻസ് നടത്തുന്നതായിട്ട് കണ്ടുപിടിച്ചു. എവിഡൻസസ് റിലേറ്റിംഗ് ടു ട്രാൻസ്ഫർ ഓഫ് മണി യൂസിങ് ഹവാല ചാനൽസ് ആർ ഓൾസോ ഫൗണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ED പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിലുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള തെളിവുകളാണ്, എവിഡൻസസ് ആണ്, തെളിവുകളാണ്. സ്വാഭാവികമായും ഇത്രയും തെളിവുകൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കണ്ടുപിടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഒന്നുകിൽ വീണയോ അവരുടെ അച്ഛൻ വിജയനോ ഇത് നിഷേധിക്കണ്ടേ സുഹൃത്തുക്കളെ? ഇതെങ്ങനെയാണ് നിഷേധിക്കേണ്ടത്? ഇത് നിഷേധിക്കേണ്ടത് എൻ്റെ മകളുമായി ബന്ധപ്പെട്ട് ഈ കണ്ടുപിടിച്ചിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ അടിസ്ഥാനരഹിതമാണ്. എൻ്റെ മകളുടെ നോൺ സോഴ്സ് ഓഫ് ഇൻകത്തിൽ കൂടുതൽ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ തെറ്റാണ്. ഞാനത് നിഷേധിക്കുന്നു. അവർ 20 കോടി രൂപ കൈകാര്യം ചെയ്തു എന്ന് പറയുന്നു, അത് തെറ്റാണ്. ഞാനത് നിഷേധിക്കുന്നു. 85 ലക്ഷം രൂപ അവർ വിദേശത്തേക്ക് അയച്ചു എന്നുള്ളത് അങ്ങനെ അവർ ചെയ്തിട്ടില്ല. അവർക്കൊരു കൃത്രിമ സിം കാർഡ് ഉണ്ട് എന്ന് പറയുന്നത് തെറ്റാണ്. അവർ ഹവാല ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത് തെറ്റാണ്. ഇതെല്ലാം ഞാൻ നിഷേധിക്കുന്നു, ഔട്ട്റൈറ്റായിട്ട് നിഷേധിക്കുന്നു. ഇതിനെതിരെ ഞാൻ നിയമ നടപടികൾ, ക്രിമിനലായും സിവിലായും ഞാൻ നിയമ നടപടികൾ സ്വീകരിക്കും. ഇതല്ലേ വിജയനോ അല്ലെങ്കിൽ വിജയൻ്റെ മകളോ എന്ന് പറയേണ്ടത് സുഹൃത്തുക്കളെ? ഈ 19-ാം തീയതി ഈ പത്രക്കുറിപ്പ് വന്നിട്ട് ഇന്നിപ്പം 22 ഇതിനിടയിൽ വീണ എന്ന് പറഞ്ഞിട്ടുള്ള ഈ വനിത കമാന്നൊരക്ഷരം മിണ്ടിയിട്ടുണ്ടോ സുഹൃത്തുക്കളെ?
2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ വന്നിരിക്കുന്നു. അച്ഛൻ ഇന്നൊരു പത്രസമ്മേളനം നടത്തിയിരിക്കും. സത്യം പറഞ്ഞാൽ എന്താണ് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല. ആ പത്രസമ്മേളനത്തിൻ്റെ അവസാനം ആ വന്ധ്യ വയോധികൻ പിന്നെ ആയിട്ടുള്ള മനുഷ്യൻ, 82കാരൻ, ചവറ്റുകുട്ടി കിടക്കുന്ന നേതാവ്, ജനങ്ങൾ ബൂട്ട് ഔട്ട് ചെയ്തിട്ടുള്ള ആ നേതാവ്, അയാൾ എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞിട്ട് അവസാനം അയാൾ പറയുകയാണ്, എൻ്റെ കൈകൾ ശുദ്ധമാണ്, ഇതിൽ കറുപ്പ് വരുത്താൻ ആർക്കും കഴിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. നമ്മുടെ ഒരു ഗതികേട് ഇയാളിൽ നിന്ന് ഇതൊക്കെ. അയാളുടെ ശരീരം മുഴുവൻ പിന്നെ കരിപുരണ്ടിരിക്കുകയാണ്. അയാളുടെ കൈ മാത്രമല്ല, ശരീരം മുഴുവൻ കരിപുരണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ തൻ്റെ കരിപുരണ്ട കൈ ഇങ്ങനെ പൊക്കി കാണിച്ചിട്ട് എൻ്റെ കൈ ശുദ്ധമാണ്, കൈകൾ ശുദ്ധമാണ്, അത് കറുപ്പാക്കാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞാൽ നമ്മളതിന് എന്ത് മറുപടിയാണ് സുഹൃത്തുക്കളെ പറയുക? ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുപിടുത്തം സംബന്ധിച്ച് എന്തെങ്കിലും, തെളിവുകൾ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കാര്യം നിഷേധിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? അത് ചോദിക്കുന്നത് എന്താണ്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സാധാരണ ഇങ്ങനെ ചെയ്യാൻ ആയിരിക്കാം, അസാധാരണമായിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചെയ്തിരിക്കുന്നത്. എന്താണ് തെറ്റ്? എന്താണ് തെറ്റ്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വേട്ടയാണ്. ഇതൊക്കെ ആരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്താനാണ്? ഇതൊക്കെ ജനങ്ങൾ അവരുടെ നഗ്ന നേത്രം കൊണ്ട് കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ? ഇത് ആരെയാണ് ഇതൊക്കെ നിങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്? എന്നിട്ട് അയാളുടെ പത്രസമ്മേളനത്തിൻ്റെ സമയത്തിൽ ഭൂരിഭാഗവും മലയാള മനോരമ പത്രത്തിൻ്റെ എഡിറ്ററായിട്ടുള്ള പിന്നെ മാമൻ മാത്യുവിനെ കടന്നാക്രമിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ശ്രമിച്ചത്. മാമൻ മാത്യു ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട്. അത് മലയാള മനോരമയിൽ മാത്രം വന്ന ഒരു വാർത്തയാണ്. നമ്മൾ നോക്കിക്കോണം, ഞാനത് വായിക്കാം. ആ വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ, റിയാസിലേക്കും ചോദ്യമുന, അക്കൗണ്ടിലെത്തിയ പണം സംബന്ധിച്ച് കൃത്യമായ മറുപടിയില്ല. കൊച്ചിയിൽ നിന്നുള്ള വാർത്തയാണ്. ടി വീണയുടെ ഭർത്താവും മുൻ മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസ് MLA ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിയമോപദേശം തേടി. CMRL ഉടമകളും വീണയും നൽകിയ മൊഴികളുടെയും റെയ്ഡിൽ കണ്ടെത്തിയ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണിത്. CMRL നൽകിയ പണം വീണയുടെ അക്കൗണ്ടിൽ നിന്നും റിയാസിന്റെ അക്കൗണ്ടിലേക്കും അവിടെ നിന്ന് മറ്റു പലരുടെയും അക്കൗണ്ടുകളിലേക്കും മാറ്റിയിട്ടതായി ED കണ്ടെത്തിയിരുന്നു. ഇത് സംബന്ധിച്ച് 2 തവണ ഫോണിൽ റിയാസിനോട് വിശദീകരണം ചോദിച്ചു. ഇതിന് കൃത്യമായ മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല. റിയാസിന്റെ അക്കൗണ്ടിൽ നിന്ന് പണം കൈമാറ്റം ചെയ്ത അക്കൗണ്ടുകളെ പറ്റി വീണയ്ക്കും വ്യക്തമായ അറിവില്ല. ഇതാണ് മലയാള മനോരമയിൽ വന്ന വാർത്ത. ഈ വാർത്തക്കെതിരായിട്ട് ഇയാൾ ആഞ്ഞടിക്കുകയാണ്. ഇയാൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടി, മാമൻ മാത്യുവിന് എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. എന്താണ് ഇത്, സമനില പോയോ ഇയാൾക്ക് എന്ന് എനിക്ക് ചോദിക്കാറുണ്ട്. മാമൻ മാത്യു എന്ന് പറഞ്ഞ മലയാള മനോരമയുടെ എഡിറ്റർ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ, ഇൻസൈഡ് സോഴ്സ് അവർക്ക് കിട്ടാതെ അവരടിസ്ഥാനരഹിതമായി ഇതുപോലൊരു വാർത്ത പിണറായി വിജയന്റെ മരുമകനെതിരെ കൊടുക്കുന്ന തലയ്ക്ക് വെളിയുള്ള ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ സുഹൃത്തുക്കളെ? തലയ്ക്ക് വെളിയുള്ള ആർക്കെങ്കിലും? ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? മുഹമ്മദ് റിയാസിനെ ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിയമോപദേശം തേടിയിരിക്കുന്നു. CMRL ഉടമകളും വീണയും നൽകിയ മൊഴികളുടെയും റെയ്ഡിൽ കണ്ടെത്തിയ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണിത്. അതങ്ങനെ കൊടുക്കുന്നതിൽ എന്താ തെറ്റ്? അതിൽ വീണയുടെ അക്കൗണ്ടിൽ നിന്നും മുഹമ്മദ് റിയാസിന്റെ അക്കൗണ്ടിലേക്ക് പണം പോയെന്നും അതിനെക്കുറിച്ച് വീണയ്ക്കും ഒന്നും വ്യക്തമായ അറിവില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ഒരു കാര്യകാരണ സഹിതമല്ലേ ഇത് കൊടുത്തിരിക്കുന്നത്. അത് തികച്ചും വസ്തുനിഷ്ഠമായിട്ടല്ലേ അവർ കൊടുത്തിരിക്കുന്നത്. അവർ വിജയന്റെ മരുമകനെതിരെ അസത്യ വാർത്തകൾ കൊടുക്കുമെന്ന് ആർക്കാണ് ചിന്തിക്കാൻ കഴിയുക? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ 2023 ഈ മാസപ്പടി കേസ് ഉത്ഭവിച്ച ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിന്റെ വിശദാംശങ്ങൾ ആദ്യം പുറത്തുകൊണ്ടുവന്ന മനോരമയിലെ ജോമി തോമസ് അല്ലേ സുഹൃത്തുക്കളെ? അവിടെ നിന്നല്ലേ നമ്മൾ മാസപ്പടിയെ കുറിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങി. അത് ഇതുവരെ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടോ? അതിനെതിരെ എന്തെങ്കിലും കേസ് വിജയനോ മകളോ പോയിട്ടുണ്ടോ? അങ്ങനെ ഒരു റിപ്പോർട്ട് ഇല്ലായിരുന്നു എന്നവർക്ക് പറയാൻ കഴിയുമോ? അപ്പം അതുകൊണ്ട് ഇയാളുടെ സമനില പോയിരിക്കുകയാണ്. ഇയാൾക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇയാളുടെ മകൾക്കെതിരെ കൊണ്ടുവന്ന ഒരു കാര്യവും അയാൾക്ക് നിഷേധിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല. അയാൾ എന്തൊക്കെയോ പുലമ്പുകയാണ് അവിടെ ഇരുന്നുകൊണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വീണയെക്കുറിച്ച് വന്ന വിവരങ്ങൾ നിഷേധിക്കാൻ വീണയുടെ അച്ഛൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും രംഗത്തില്ല. CPMന്റെ ഒരു നേതാവും വീണയെ അനുകൂലിച്ച് രംഗത്ത് വന്നിട്ടില്ല. MA ബേബി മുതൽ AK ബാലൻ വരെയുള്ള ആളുകൾ വീണയെ നേരത്തെ കിടന്ന് ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ ഇപ്പോൾ അർത്ഥഗർഭമായ മൗനം പാലിക്കുകയാണ്. ഇപ്പം മകളെ പിന്തുണയ്ക്കാൻ അച്ഛൻ മാത്രമേ ഉള്ളൂ. അത്ര പത്തറ്റിക് ആയിട്ടുള്ള ഒരു നിലയിലേക്ക് ഇയാൾ തലകുത്തി വീണു കഴിഞ്ഞു. ഈ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് എറിയപ്പെട്ട ഈ കീറക്കടലാസായിട്ടുള്ള വിജയൻ ഈ നിലയിലേക്ക് ചവറ്റുകൊട്ടയിലേക്ക് എറിയപ്പെട്ടിട്ടുള്ള ഇയാൾ തലകുത്തി വീണു കഴിഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വളരെ ഗൗരവത്തിലാണ് ഇത്തവണ എന്നാണ്. അറസ്റ്റ് നടന്നാൽ പോലും അത്ഭുതമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വീണയ്ക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊണ്ടുവന്ന തെളിവുകൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വലിയ അക്ഷരത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. അതൊന്നും നിഷേധിക്കാൻ ഇയാൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇയാൾ എന്തൊക്കെയോ അവിടെ ഇരുന്ന് വിളിച്ചു പറയുകയാണ്. ദേഹം മുഴുവൻ കരിപുരണ്ട മനുഷ്യൻ, കയ്യിൽ മാത്രമല്ല ദേഹം ആസകലം കരിപുരണ്ട മനുഷ്യൻ
തൻ്റെ കൈ ഉയർത്തി കാണിച്ചിട്ട് എൻ്റെ കൈ ശുദ്ധമാണ്, ഇതിനെ കരി പരത്താൻ ആർക്കും കഴിയില്ല എന്നുള്ള ഇയാളുടെ ഈ ഒരു അസംബന്ധ നാടകം കാണാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ ജനങ്ങൾ എന്ന് മാത്രം മനസ്സിലാക്കുക. പക്ഷേ എന്താണ് നടന്നതെന്നും സത്യം എന്താണെന്നും നമ്മുടെ മുമ്പിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് മാത്രമേ ഈ അവസരത്തിൽ സൂചിപ്പിക്കാവൂ.